ഇതിന്റെ പേര് ഒറിജിനൽ പറയത്തക്കത്ത ഒരു കുറേശ്ശിയിൽ ഇവിടെ വന്നിട്ടില്ല. ഒരു കാര്യം ഈ കുഞ്ഞിപ്പായൊക്കെ ഇത് വെളിച്ചെണ്ണ. അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടക്കൽ ചട്ടിപ്പറമ്പ് ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കാൽച്ചായ കുടിച്ച് ഏകദേശം നമ്മൾ സുബേസ്കാരൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ യാത്രയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ നേരൊക്കെ വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. ഏതായാലും വടക്കൊന്ന് പോയോക്കട്ടെ. ഇന്നിപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് വർക്കലിട്ടാ. 6 മണി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് എണ്ണ എടുക്കാൻ വേണ്ടി പമ്പ് കയറിയതാണ്. നമ്മളെ കോയിച്ചന പമ്പിലിട്ടോ. നമ്മൾ എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. ആ ക്യാപ്പിൽ ഇവിടുത്തെ റോഡ് പണിയൊന്ന് കാണാം. കോയിച്ചനട്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പാലച്ചനമാട് എട്ടരിക്കോട് എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞാട്ടാണ്. നമ്മൾ കോട്ടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പുത്തൂര് അരിച്ചോളി കയറ്റം കയറിക്കൊണ്ടിരിക്കട്ടോ. ചട്ടിപ്പറമ്പ് ചന്തൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ചട്ടിപ്പറമ്പ് ചന്തയിലെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയേക്കല്ലേ. ഇവിടെ നല്ല കാളക്കുട്ടികളും കാളയും പോത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. സംഭവം അടിപൊളിയാണ്. സംഭവം വേറെ ലെവലാ. അസ്സലാമലൈക്കും. കുഞ്ഞിക്കോയൊക്കെ ഇല്ലാത്ത കച്ചവടല്ലേ? ഒരു കുഞ്ഞിക്കൊക്കെ പോകാൻ പറ്റില്ല. കുഞ്ഞിക്കോയൊക്കെ എല്ലാ പ്രാവശ്യം നമ്മളെ ചട്ടിപ്പുരി ചന്തയിലുണ്ടാവും. ബൈക്കിളിതാ ഇതൊക്കെ നമ്മൾ തന്നെയാണ്. ഇത് വീഡിയോ ചാനലുണ്ട്. അത് ശരി. അങ്ങനെ നല്ല അടിപൊളി ബൈക്കുകൾ വന്നിട്ടുണ്ട്. അടിപൊളി വലിയ കടവുള്ള കല്ലിന്റെ കച്ചവടം ഇങ്ങനത്തെ മോനാണ് ഈ കുഞ്ഞിക്കോയാക്ക് കുറച്ച് ദിവസമായിട്ടല്ല. നിൽക്കുന്ന നല്ല നല്ല അടിപൊളി പശുവായിട്ട് നല്ല പാലും കറവൊക്കെ ഉള്ള പശുക്കളാണ് ആ ഏരിയ ഇപ്പം ഉള്ളത്. ഇവിടെ വലിയ 2 മൂരുണ്ട് കൊമ്പിൾ. നമ്മളെ മൂരിയാൾ സംഭവം അടിപൊളിയാണ്. നല്ല വളർത്താൻ പറ്റിയ നല്ല മൂരിക്കുട്ടിയത് അവിടെ. ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം.
ഇവിടുത്തെ മൂരിക്കൂട്ടും പശുക്കൂട്ടൊക്കെ കഴിഞ്ഞത് അവിടെ നല്ല അടിപൊളി നമ്മുടെ പോത്തിൻ്റെ കുട്ടികൾ കേട്ടോ. പോത്ത് കുട്ടികൾ ഈ ഏരിയയിലുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ആടും കച്ചവടം നടക്കുന്നത്. അപ്പോൾ അടുത്ത് പോകാം. പിന്നെന്ത് പറയുക, നല്ല അടിപൊളി പൊരിക്കടിയും ചായ ഉണ്ട് പുറത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചന്തയിലെ വിശേഷങ്ങൾ കിട്ടാം. ബൈക്കിൽ കുളിപ്പിക്കാനുള്ള സ്ഥലത്ത് അവിടെ കാളതൊക്കെ പിന്നെ അടിപൊളി കൊമ്പൊക്കെ പ്രത്യേകത ഉണ്ടല്ലോ. നല്ലൊരു വെറൈറ്റി മോഡൽ ഇട്ടാ. മക്കളെ നമ്മളെ പോത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ. സംഭവം വേറെ ലെവലാട്ടോ അവിടെ. ചട്ടിപ്പറമ്പ് ചന്ത മക്കളെ വേറെ ലെവലാണ്. കണ്ടില്ലേ, പോത്തിൻ്റെ ഒരു കൂട്ടാട്ടോ. അപ്പുറത്ത് മൂരിക്കുട്ടികളും നല്ല കച്ചവടം മുറുകുണ്ട്. വിലക്ക് ഇങ്ങനെ തർക്കിച്ചു കൊണ്ട് കേട്ടോ. എണ്ണ ചുളിച്ചായില്ല, വെളിച്ചെണ്ണ വെക്കുക. ഇത് വെളിച്ചെണ്ണ. അത് ശരി, യൂട്യൂബ് അതെ. അവിടെയാണ് അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും കുളിപ്പിക്കാനുള്ള സ്ഥലമായിട്ടത്. കണ്ടില്ലേ, ചന്ദന നേരെ സെൻറ്ററിലാണ് ഇപ്പോൾ അത്. രക്ഷയില്ല, ഇവിടെ നല്ല ചായ കൂടി അടക്കുന്നുണ്ട്. ഇപ്പുറത്തൂടെ കാളകൾക്കും വെളുക്കും കുളിപ്പിക്കാനും വെള്ളം കൂടിയും. അപ്പുറത്ത് നല്ല കച്ചവടം മുറുകിക്കൊണ്ട് കേട്ടോ. നല്ല അടിപൊളി പൊരിക്കടി ഉണ്ട്. സംഭവം വേറെ ലെവലാണ്. ചട്ടിപ്പറമ്പ് ചന്തട്ടോ. ഇവിടെ വന്ന് കാണണം. അതിൻ്റെ കാരണം കച്ചവടം ഇങ്ങനെ തകർന്നതായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മൂരിക്കുട്ടികൾ കേട്ടോ. അങ്ങനെ വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികൾ. അപ്പം നല്ല പോത്ത് കുട്ടികളുണ്ട്. നല്ല അടിപൊളി ഒരു പശുതാണ്. അപ്പം മക്കളെ വേറെ ലെവലാട്ടോ. ഇതിനുള്ളിൽ കയറാൻ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഇതിനിട്ട് അടികൂടെ പോകാനേ. നല്ല അടിപൊളി കാളക്കുട്ടികളിതാ. അപ്പുറത്ത് നല്ല അടിപൊളി പോത്തുകളും. ഒരു രക്ഷയില്ല. നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തി കണ്ടില്ല. കാളിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയാക്കാം. അടിപൊളി ബുദ്ധിമുട്ടുകൾ. ഇത് എത്ര കഴിക്കണേ? ഇരുപത്. അതെയാ, അവിടെയൊക്കെ ഒന്ന് പോയോക്കട്ടെ. സംഭവം ഇവിടെ വേറെ ലെവലാണ്. നല്ല കച്ചവടം ഇങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കച്ചവടം ഇങ്ങനെ മുറുകണില്ല. വില പറഞ്ഞിങ്ങനെ നിൽക്കാൻ ആൾക്കാർ. അപ്പോൾ നമ്മളെ കുഞ്ഞിക്കോയക്കാൻ്റെ തകർത്തമായ കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഭക്ഷണമാണ്. ഇന്ന് ചട്ടിപ്പറമ്പ് ചന്തയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചു തരേണ്ടില്ല. മൊത്തമായിട്ട് കാണപ്പെടുന്നത്.
കച്ചവടം മുറുക കേട്ടോ. വെയിൽ ചൂടാറുണ്ട്. ഇതിന്റെ പേര് ഒറിജിനൽ പറയത്തക്കത്ത ഒരു കുറേശ്ശി ഇന്ന് ഇവിടെ വന്നിട്ടില്ല. ഒരു കാര്യം ഈ കുഞ്ഞിപ്പായൊക്കെ കുഞ്ഞിക്കായൊക്കെ പൈപ്പ് ലൈൻ ഇട്ടല്ല കച്ചവടം തകർന്നമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില വേശിക്കൊണ്ടിരിക്കട്ടോ മൊത്തം. ചന്തത്തെ ലെവലറ വേറെ ലെവലാട്ടോ. ഇവിടുത്തെ ആ ശബ്ദവും ആ പശുക്കുട്ടികൾക്ക് അറിയണ്ടില്ല. ആട്, എരുമ, എല്ലാ ഐറ്റംസും അത് വേറൊരു വൈബാണ് സംഭവം. ചെറിയൊരു ആട് കുട്ടി കേട്ടോ. കെട്ടിയല്ല നമ്മൾ കോട്ടക്കൽ ചട്ടിപ്പറമ്പ് ചന്തയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.